വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ CBI സംഘം കേരളത്തിലെത്തി. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് സംസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് നിലവിലുള്ള CBI സംഘം കേസ് അന്വേഷിക്കുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള സംഘം ശേഖരിക്കും. CBI അന്വേഷണത്തിനുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് T ജയപ്രകാശ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് CBI ഇടപെടൽ വേഗത്തിലാക്കാനായത്. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് പകരം കേന്ദ്ര ഏജൻസി എത്രയും വേഗം കേസ് ഏറ്റെടുക്കാനായി ഹൈക്കോടതി ഇടപെടണമെന്നായിരുന്നു ഹർജിയിൽ സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നത്. ദുർബലമായ കുറ്റപത്രം നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനും അവരെ വിട്ടയക്കാനുമുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടക്കുന്നത്. CBI അന്വേഷണത്തിന് സർക്കാർ മാർച്ച് 9 ഉത്തരവിട്ടപ്പോൾ വൈകാതെ അന്വേഷണം തുടങ്ങുമെന്നാണ് കരുതിയത്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് വിശ്വസിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സംബന്ധിച്ച അപേക്ഷയോടൊപ്പമുള്ള രേഖകൾ നൽകുന്നതിന് 2 മാസമെങ്കിലും എടുക്കുമെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയതെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണത്തിന് വേണ്ടി എത്രയും വേഗം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. CBI അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് നിർണായക ഉത്തരവ് പുറത്തു വന്നത്. അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ വേഗത്തിൽ നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ CBI എന്നിവരാണ് ഹർജിയിലെ എതിർകക്ഷികൾ. ഹർജി പരിഗണിച്ച ഹൈക്കോടതി എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് നിർദ്ദേശിച്ചു. കൂടാതെ CBIക്ക് രേഖകൾ കൈമാറാൻ വൈകിയതിനെയും വിമർശിച്ചു. CBIക്ക് രേഖകൾ കൈമാറാൻ എന്തായിരുന്നു താമസമെന്നാണ് കോടതി ചോദിച്ചത്. കാലതാമസത്തിന് ഉത്തരവാദി ആരെന്നും സംസ്ഥാന സർക്കാരിനോടായി കോടതി ചോദിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും രേഖകൾ CBIക്ക് കൈമാറാത്തത് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിനായി രേഖകൾ കഴിഞ്ഞ മാസം അവസാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. ഇപ്പോഴത്തെ കോടതി ഇടപെടലിനെ സിദ്ധാർത്ഥന്റെ കുടുംബം ആശ്വാസത്തോടെയാണ് കാണുന്നത്. കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചിരുന്നു. CBI അന്വേഷണത്തിലൂടെ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച മട്ടിലായിരുന്നു കാര്യങ്ങൾ. CBI അന്വേഷണം പ്രഖ്യാപിച്ച 9-ാം തീയതിയാണ് 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 20 പേരുടെയും അറസ്റ്റ് പൂർത്തിയായെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. CBI എത്തുന്നത് വരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ലെന്നാണ് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ആരോപിച്ചത്. തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തുവെന്നും പരാതിയുണ്ടായിരുന്നു.